ഇന്ന് നമ്മുടെ പലരുടെയും വീടുകളിൽ ഉള്ളൊരു സംഭവമാണ് പ്രായമായവരിലുണ്ടാവുന്ന സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ. അല്ലെങ്കിൽ പണ്ടുള്ള പോലെ അല്ല അവരിപ്പോൾ, ഭയങ്കര വ്യത്യാസമായി. അവരെപ്പോൾ നമുക്ക് നോക്കാനോ പരിചരിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീരാകേഷോ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ജോസ്കോ ഹോസ്പിറ്റൽ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസിമേഴ്സ്. നോർമലി നമുക്കൊരു 60 വയസ്സ് കഴിയുമ്പോൾ ഇതിനുള്ള ചാൻസസ് കൂടുതലാണ്. പലരിലും അൾസിമേഴ്സ് ഉണ്ടാവാറുണ്ട്, ഡിമെൻഷ്യ ഉണ്ടാവാറുണ്ട്, പലർക്കും ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓർമ്മക്കുറവിനെയും കാട്ടി കൂടുതൽ വീട്ടുകാരിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പ്രായമായതിലുണ്ടാവുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണ്. അതായത് ഇത്രയും നാൾ കണ്ടതുപോലെയല്ല പെട്ടെന്നുണ്ടാവുന്ന വ്യത്യാസം. ഇവരിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരിക, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടുക, വഴക്ക് പറയുക, നമ്മൾ ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പലരും വിചാരിക്കും, ഓക്കെ ഇത് പ്രായമായതിൻ്റെയാണ്, കുഴപ്പമില്ല, പ്രായമായി കഴിഞ്ഞാൽ ദേഷ്യം കൂടും എന്നുള്ളത്. പക്ഷെ അങ്ങനൊന്നുമില്ല. പ്രായമായി കഴിഞ്ഞാൽ ദേഷ്യം കൂടണം എന്നൊന്നുമില്ല. അത് കൂടുതലും ഈ ഡിമെൻഷ്യ പോലത്തെ അസുഖം വന്ന് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത് പലരും ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല, എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകേണ്ടതെന്ന് ചിന്തിച്ച് ആരും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. പക്ഷെ അതൊരു തെറ്റാണ്. കാരണം ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ കൺട്രോളാക്കി നല്ലൊരു അവരുടെ ഒരു പ്രായമായ ജീവിതം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ലൈഫ് ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. സോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ, ദേഷ്യം, ഉറക്കമില്ലായ്മ, അങ്ങനെ ആർക്കെങ്കിലും പ്രായമായവർക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, പ്രശ്നങ്ങൾ പറയുക. തീർച്ചയായും അത് പരിഹരിക്കപ്പെടുന്നതാണ്. താങ്ക് യു.